अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते വാസുദേവായ. രാമായണ പാരായണം മൂന്നാം ദിവസം. ബാലകാണ്ഡം. പരശുരാമൻ വിവാഹ ഘോഷയാത്രയ്ക്കു മുന്നിൽ ആഗതനാകുന്നു. രാമ പരശുരാമ സംവാദം. ആഘോഷങ്ങൾ പര്യവസാനിച്ചപ്പോൾ ജനം രാത്രി വിശ്രമത്തിനായി വേർപിരിഞ്ഞു. അടുത്ത സൂര്യോദയത്തിൽ വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് യാത്രയായി. അന്ന് പകൽ ദശരഥൻ ജനക മഹാരാജാവ് നൽകിയ അളവറ്റ സ്ത്രീധനവുമായി പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ യാത്രയിൽ അശുഭകരമായ ഒരു വസ്തുത ദശരഥന്റെ കണ്ണിൽപ്പെട്ടു. മാംസബുക്കുകളായ പക്ഷികൾ കഠോര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ വാഹനവ്യൂഹത്തിനുമേലെ പറക്കുന്നു. അടുത്ത നിമിഷം ശുഭകരമായ ഒരു കാഴ്ചയും കാണുവാൻ ഇടയായി. ഒരു മാൻ ഇടതുവശത്ത് നിന്ന് വഴിയുടെ കുറുകെ വലതുവശത്തേക്ക് നടക്കുന്നു. ഭയാൻവിതനായ ദശരഥൻ വസിഷ്ഠ മുനിയോട് ആരാഞ്ഞപ്പോൾ മുനി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. അശുഭകരമായ കാഴ്ച അപകടത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ശുഭകരമായ കാഴ്ച ഭയപ്പെടാൻ കാരണമില്ലെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചു. അവർ ഇരുവരും ഇപ്രകാരം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കവേ ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി. അത് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുകയും വൻ വൃക്ഷങ്ങളെ കടപുഴക്കി എറിയുകയും ചെയ്തു. 8 ദിക്കും നിറഞ്ഞ പൊടിപടലത്തിൽ ആ പ്രദേശമാകമാനം ഇരുണ്ടുപോയി. ദശരഥൻ, 4 പുത്രന്മാർ, വസിഷ്ഠൻ, മറ്റു മഹർഷിമാർ എന്നിവരൊഴികെ സർവരും ഭയവിഹ്വലരും സംഭ്രാന്തരുമായി തീർന്നു. പൊടുന്നനെ അതിഭീകര രൂപം പൂണ്ട പരശുരാമൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജടാധാരിയായ പരശുരാമൻ വലതു തോളിൽ മഴുവും ഇടത് കൈയിൽ വില്ലും വലതു കൈയിൽ ശക്തിയേറിയ ഒരു ബാണവും ധരിച്ചിരുന്നു. ഈ രൂപത്തിൽ പരശുരാമനെ കണ്ട ഋഷിമാർ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഇതിനോടകം 21 പ്രാവശ്യം ക്ഷത്രിയ വംശസ്ഥരെ നിർമൂലം നശിപ്പിച്ചു കഴിഞ്ഞിരുന്ന പരശുരാമൻ തന്റെ കോപം വെടിഞ്ഞ് സന്യാസവൃത്തിയിൽ മനസ്സർപ്പിച്ചു കഴിഞ്ഞുവരികയായിരുന്നു. പരശുരാമൻ വീണ്ടും കോപാന്തനായതിന്റെ കാരണം മുനിമാർക്ക് അശേഷം മനസ്സിലായില്ല. അപ്പോഴേക്കും ജമദഗ്നി സുതൻ രാമനെ നോക്കി വെല്ലുവിളി തുടങ്ങി. ശിവന്റെ വില്ല് 2ആയി ഒടിച്ച നീ കേമൻ തന്നെ, സംശയമില്ല. പക്ഷേ എന്റെ കയ്യിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു വില്ലുണ്ട്, മഹാവിഷ്ണുവിന്റെ. ധീരനാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഈ വില്ലിൽ ഞാൻ വലിച്ചുകെട്ട്. അസ്ത്രം തൊടുക്കാൻ നിനക്കാവുമെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ തുല്യനായ ഒരു എതിരാളിയെ കിട്ടിയെന്ന് ഞാൻ കരുതാം. ഈ വെല്ലുവിളി കേട്ട് ദശരഥൻ പുത്രനെ നഷ്ടപ്പെടുമോ എന്നോർത്ത് ഭയചകിതനായി. വിറയാർന്ന സ്വരത്തിൽ അദ്ദേഹം പരശുരാമനോട് യാചിച്ചു. അല്ലയോ മാമുനിശ്രേഷ്ഠ, ഈ ഉഗ്രകോപത്തിൽ നിന്ന് വിമുക്തനാവുക. അങ്ങ് കശ്യപന് ഭൂമി ദാനം ചെയ്ത വേളയിൽ കൊടുത്ത വാഗ്ദാനം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന വാഗ്ദാനം. മഹാരാജാവിനെ അവഗണിച്ച് പരശുരാമൻ വീണ്ടും രാമനോട് പറഞ്ഞു. ത്രിപുരാസുര വധത്തിനായി പരമശിവന് നൽകപ്പെട്ട വില്ലും മഹാവിഷ്ണുവിന്റെ ഈ വില്ലും നിർമ്മിച്ചത് വിശ്വകർമാവത്രേ. ഒരിക്കൽ ദേവകളുടെ നിർദ്ദേശമനുസരിച്ച് ബ്രഹ്മദേവൻ ശിവവിഷ്ണുമാരുടെ ഇടയിൽ ഒരു തീക്ഷ്ണമായ അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു. തുടർന്നുണ്ടായ ഉഗ്രമായ ദ്വന്ദ്വയുദ്ധത്തിൽ ശിവന്റെ വില്ലിന്റെ ഞാൺ മുറിച്ച് വിഷ്ണു വിജയശ്രീലാളിതനായി. മനം മടുത്ത് ശിവൻ തന്റെ വില്ല് ദേവവ്രതന് നൽകിയപ്പോൾ വിഷ്ണുവാകട്ടെ ഈ വില്ല് എന്റെ പിതാമഹനായ ഋച്ചീക മുനിക്ക് നൽകി. ഞാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് വിരമിച്ച് കടുത്ത വ്രതങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോഴാണ്
നീ ശിവന്റെ വില്ലൊടിച്ച കഥ കേൾക്കുവാനിടയായത്. നീ സമർത്ഥനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വില്ല് കയ്യിൽ വാങ്ങി എന്നോടൊപ്പം യുദ്ധം ചെയ്യാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് പരീക്ഷിക്കുക. മറുവാക്കായി ഒന്നും തന്നെ ഉരിയാടാതെ ആ വെല്ലുവിളി സ്വീകരിച്ച രാമൻ പരശുരാമന്റെ പക്കൽ നിന്ന് വില്ലു മാത്രമല്ല, അദ്ദേഹം അന്നുവരെ ആർജിച്ച തപശക്തിയും കൂടി തട്ടിപ്പറിച്ചു. ജമദഗ്നിസുതൻ അതിശയിച്ചു നോക്കി നിൽക്കെ രാമൻ നിഷ്പ്രയാസം ഞാൻ വലിച്ചു കെട്ടുകയും അത് തൊടുത്തുവിടാൻ പാകത്തിൽ വലിച്ചു നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: അങ്ങ് ഒരു ബ്രാഹ്മണനും വിശ്വാമിത്ര ബന്ധുവുമാകയാൽ ഞാൻ അങ്ങയെ കൊല്ലുകയില്ല. എങ്കിലും കുലച്ചുപോയ അമ്പ് വ്യർത്ഥമാക്കാൻ എനിക്ക് സാധ്യമല്ല. ആയതിനാൽ താങ്കളുടെ വെല്ലുവിളിക്കുത്തരമായി ഞാൻ സ്വർഗപ്രാപ്തിക്കായി താങ്കൾ നാളിതുവരെ ആർജിച്ച തപശക്തിയെ ഈ അമ്പിനാൽ നശിപ്പിക്കുന്നു. സർവദേവന്മാരും മഹർഷിമാരും ആകാശത്താകമാനം വന്നു നിന്നിരുന്നു. പരശുരാമന്റെ പ്രഭാവമെല്ലാം ഇതിനോടകം നശിച്ചു കഴിഞ്ഞിരുന്നു. ആയതിനാൽ ആശ്ചര്യത്താൽ വിടർന്നു വികസിച്ച കണ്ണുകളോടെ രാമനെ ഉറ്റുനോക്കി നിൽക്കുവാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. ഒട്ടേറെ നിമിഷങ്ങൾക്ക് ശേഷം വില്ലുകുലച്ച് നിർനിമേഷനായി നിന്നിരുന്ന രാമനെ നോക്കി അഹന്തയുടെ ലേശം പോലും കലരാത്ത സ്വരത്തിൽ പരശുരാമൻ പറഞ്ഞു: ഭൂമി കശ്യപന് ദാനം ചെയ്തപ്പോൾ അദ്ദേഹം മേലാൽ ഇവിടെ താമസിക്കരുതെന്ന് എന്നോട് ആജ്ഞാപിച്ചിരുന്നു. ആയതിനാൽ രാത്രി അണയുന്നതിനു മുമ്പ് തന്നെ എനിക്ക് മഹേന്ദ്രഗിരിയിൽ എത്തിച്ചേരണം. സ്വർഗലബ്ധിക്കു വേണ്ടി ഞാൻ നേടിയ പുണ്യമത്രയും എടുത്തു കളഞ്ഞ സ്ഥിതിക്ക് മഹേന്ദ്രഗിരിയിലേക്ക് മടങ്ങി വ്രതാനുഷ്ഠാനങ്ങളിൽ വീണ്ടും മുഴുകാൻ അങ്ങെനിക്ക് അനുവാദം തരിക. അല്ലയോ രാമ, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ മുന്നിൽ തോൽവിയടഞ്ഞതിൽ എനിക്ക് അല്പം പോലും ലജ്ജയില്ല. നിശബ്ദനായി പരശുരാമന്റെ അഭ്യർത്ഥന സ്വീകരിച്ച രാമൻ തന്റെ ഉഗ്രബാണത്തെ തൊടുത്തുവിട്ടു. പരശുരാമൻ ഉടനെ തന്നെ മഹേന്ദ്രഗിരിയിലേക്ക് പുറപ്പെട്ടു. നിമിഷങ്ങൾക്കകം ഇരുട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത്യുത്സാഹത്തോടെ ദേവന്മാർ ആകാശത്തു നിന്ന് സ്തുതിഗീതങ്ങൾ ആലപിച്ച് രാമനെ വാഴ്ത്തി. ഒപ്പം പുഷ്പവൃഷ്ടിയും നടത്തി. വിഷ്ണുവിന്റെ വില്ല് രാമൻ വരുണന് സമ്മാനിച്ചു. വാഹനവ്യൂഹം അയോധ്യയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. അയോധ്യയിലെത്തിയ 4 സഹോദരന്മാരും നവവധുക്കളോടൊപ്പം ആനന്ദഭരിതമായി കാലം കഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യുദ്ധാജിത്ത് രാജാവ് അയോധ്യയിലേക്കൊരു സന്ദർശനം നടത്തി. കേകയ രാജാവിന്റെ പുത്രനായ യുദ്ധാജിത്ത് ഭരതന്റെ അമ്മാവനുമായിരുന്നു. ആയതിനാൽ അദ്ദേഹം ഭരതനെയും ശത്രുഘ്നെയും സ്വന്തം നാട്ടിൽ വന്ന് കുറച്ചുകാലം പാർക്കുക എന്നാവശ്യപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ അസാന്നിധ്യത്തിൽ രാമൻ സ്വന്തം പിതാവിനെയും 3 മാതാക്കളെയും കൂടുതൽ ശ്രദ്ധയോടെ സേവിച്ചു വന്നു. ഭരണപരിപാലനം അത്യന്തം ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നിർവഹിച്ച രാമനെ അയോധ്യാവാസികൾ അകമഴിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങി. ഓരോ ദിവസം കഴിയുമ്പോഴും സീതയും രാമനും തമ്മിലുള്ള പരസ്പര സ്നേഹം കൂടുതൽ അഗാധമായി തീർന്നു. പരസ്പരം സമർപ്പിച്ച ശ്രേഷ്ഠ ജീവിതമായിരുന്നു അവരുടേത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീത സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു. രാമന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ വിചാരങ്ങൾ പോലും തെളിവായി വായിച്ചെടുക്കുവാൻ സീതയുടെ മനസ്സിന് ശക്തിയുണ്ടായിരുന്നു. ഭർത്താവിന്റെ സന്തോഷം മാത്രമായിരുന്നു സീതയുടെ ജീവിത ലക്ഷ്യം. മാത്രമല്ല, അവൾ പാതിവ്രത്യവും സ്ത്രീത്വവും നിറഞ്ഞ അപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു. ശ്രീരാമന്റെ ഹൃദയം സീതയുടെ കൈക്കുള്ളിലാകുവാൻ ഒട്ടും താമസമുണ്ടായില്ല. അയോധ്യാകാന്ഡം. മാതുലൻ യുദ്ധാജിത്തിന്റെ ഹൃദ്യമായ സൽക്കാരത്താൽ ഭരത ശത്രുഘ്നന്മാർ കുറച്ചേറെ കാലം അദ്ദേഹത്തോടൊപ്പം വസിച്ചു. അയോധ്യയിൽ രാമനാകട്ടെ ദശരഥ മഹാരാജാവിന്റെ കണ്ണിലുണ്ണിയും അയോധ്യാവാസികളുടെ ഒട്ടാകെ സ്നേഹഭാജനവുമായി വളർന്നു വന്നു. ദുഷ്ടനായ രാവണനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യവംശത്തിൽ അവതാരമെടുത്ത മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായിരുന്നു രാമൻ. പരമപുരുഷന്റെ പ്രതിച്ഛായയായ രാമൻ സ്വാഭാവികമായും എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായി പ്രശോഭിച്ചു. എല്ലാ കണ്ണുകൾക്കും ആനന്ദം ചൊരിയുന്ന സർവലക്ഷണയുക്തനായി അദ്ദേഹം.
വീരശൂര പരാക്രമിയാണെങ്കിലും തികഞ്ഞ അച്ചടക്കവും ആത്മാഭിമാനവും ഉള്ള ക്ഷത്രിയനായിരുന്നു രാമൻ. യാതൊരു തിന്മയും തൊട്ടു തീണ്ടാത്ത അദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും സദാ സൗമ്യത പുലർത്തിയിരുന്നു. വിമർശനങ്ങളിൽ പ്രകോപിതനായിരുന്നില്ലെന്നു മാത്രമല്ല, നിസാരമായ ഉപകാരങ്ങൾ സ്വീകരിക്കുമ്പോഴും സംപ്രീതനായിരുന്നു. വിനയാൻവിതനും വിശാലമനസ്കനുമായ രാമൻ ഭക്തരും ജ്ഞാനികളുമായുള്ള സഹവാസം അനുഷ്ഠിക്കുന്നതിൽ അങ്ങേയറ്റം തൽപരനായിരുന്നു. അതിഥി സൽക്കാരത്തിലോ മുൻപന്തിയിലും. സത്യത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിച്ച് രാമൻ ബ്രാഹ്മണരെ ആദരിച്ചു. തന്റെ പ്രജകളെ സ്നേഹിച്ചു. അവർ അദ്ദേഹത്തെയും. മതതത്വാധിഷ്ഠിതമായിരുന്നു രാമന്റെ പ്രവൃത്തികൾ. എല്ലാ ശാസ്ത്രവിദ്യയും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു. കുറ്റവാളികളെ യഥാവിധി ശിക്ഷിക്കുന്നതിലും നന്മ ചെയ്യുന്നവരെ ആദരിക്കുന്നതിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. അശ്വാഭ്യാസത്തിലും അസ്ത്രവിദ്യയിലും കെങ്കേമനായിരുന്ന രാമൻ രഥയുദ്ധത്തിലും മുൻപന്തിയിലായിരുന്നു. സത്യത്തിൽ ത്രൈലോക്യനാഥനും കാലയന്ത്ര നിയന്താവുമായ രാമനെ ദേവന്മാർക്കോ അസുരന്മാർക്കോ ഒന്നും തന്നെ പരാജിതനാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവരെത്ര ബലവാന്മാരാകിലും. ദീർഘകാലം രാജപരിപാലനം ചെയ്ത ദശരഥ മഹാരാജാവ് ഒരു ഘട്ടമെത്തിയപ്പോൾ പ്രായാധിക്യത്താൽ അത്യന്തം പരിക്ഷീണനായിത്തീർന്നു. ഭരണകർത്തവ്യങ്ങളിൽ നിന്ന് മോചിതനായി ശേഷമുള്ള ജീവിതം ആത്മസാക്ഷാത്കാര പ്രാപ്തിക്കായി അർപ്പിക്കുവാനുള്ള ഉത്കടമായ മോഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ദിനംപ്രതി വളർന്നു വന്നു. മാത്രമല്ല, വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പല ദുശ്ശകുനങ്ങളും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കണ്ടു തുടങ്ങുകയും ചെയ്തു. ഭയചകിതനായ അദ്ദേഹം എത്രയും പെട്ടെന്ന് രാമനെ തന്റെ പിൻഗാമിയായി വാഴിക്കുവാൻ ആഗ്രഹിച്ചു. ഈ ഉദ്ദേശത്തോടുകൂടി മന്ത്രിമാർ, സാമന്ത രാജാക്കന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരടങ്ങുന്ന ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. പക്ഷേ ജനകൻ, കേകയൻ എന്നിവരെ അദ്ദേഹം ക്ഷണിച്ചില്ല. അവർക്ക് പരിപൂർണ സമ്മതമായിരിക്കുമെന്ന വിശ്വാസവും സമയ ദൗർലഭ്യവുമായിരുന്നു കാരണം. എല്ലാ ക്ഷണിതാക്കളും സന്നിഹിതരായ സദസ്സിന്റെ മുന്നിൽ ദശരഥൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: വൃദ്ധനായ നാം ഈ സാമ്രാജ്യ പരിപാലനം നമ്മുടെ സീമന്തപുത്രനും 27-കാരനുമായ രാമനെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുണ്യമാസമായ ഈ ചൈത്രമാസത്തിൽ നാളെ പുഷ്യ നക്ഷത്ര സമൂഹം ആരോഹണ പദത്തിലെത്തവേ നിങ്ങൾ ഏവരുടെയും സമ്മതത്തോടെ രാമനെ കിരീടാവകാശിയായി വാഴിക്കുവാനുള്ള ചടങ്ങുകൾ ആരംഭിക്കട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. ആർപ്പുവിളികളോടെ ആ സന്തോഷ വാർത്ത സ്വാഗതം ചെയ്ത ജനങ്ങൾ സാഹ്ലാദം രാമന്റെ അതുല്യ ഗുണഗണങ്ങളെ കീർത്തിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം വീക്ഷിച്ചും ശ്രവിച്ചും അത്യധികം സന്തുഷ്ടനായി തീർന്ന ദശരഥൻ വസിഷ്ഠമുനിയോട് ഉടനടി ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ അപേക്ഷിച്ചു. വസിഷ്ഠൻ മന്ത്രിമുഖ്യനായ സുമന്ത്രനെ വിളിച്ച് അടുത്ത ദിനാരംഭത്തിൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കണമെന്നും അതിനോടകം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയും നഗരമൊട്ടാകെ ഭംഗിയായി അലങ്കരിക്കുകയും വേണമെന്ന് നിർദ്ദേശം നൽകി. അനന്തരം ദശരഥൻ സുമന്ത്രനോട് രാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അച്ഛന്റെ ഇംഗിതമറിഞ്ഞ മാത്രയിൽ തന്നെ കൗസല്യപുത്രൻ ധൃതഗതിയിൽ രാജസഭയിലെത്തി. കൂപ്പുകൈകളോടെ അച്ഛന്റെ മുന്നിലെത്തിയ രാമൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തന്റെ സ്നേഹാദരങ്ങൾ അറിയിച്ചു. കാൽക്കൽ വീണ തന്റെ ഓമനപുത്രനെ എഴുന്നേൽപ്പിച്ച് ഗാഢാലിംഗനം ചെയ്ത ശേഷം ദശരഥൻ പറഞ്ഞു: പ്രിയ രാമ, കാലം നമ്മെ വയോധികനും പരിക്ഷീണനുമാക്കിയിരിക്കുന്നു. വിശ്രമ ജീവിതത്തിന് സമയമായി എന്ന് നാം ഗ്രഹിക്കുന്നു. രാജകീയ സുഖഭോഗങ്ങളെല്ലാം നാം വേണ്ടുവോളം അനുഭവിച്ചു കഴിഞ്ഞു. അനേകം യാഗങ്ങൾ നടത്തുകയും അളവറ്റ ദ്രവ്യം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുകയും ചെയ്തിരിക്കുന്നു. രാമ, നീ നമ്മുടെ സീമന്തപുത്രനും വത്സലപുത്രനുമത്രേ. മാത്രമല്ല, മന്ത്രിമാർക്കും ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവനും നീയാണ്. ആയതിനാൽ നാളെ തന്നെ നാം നിന്നെ കോസല രാജാവായി സിംഹാസനാരോഹണം ചെയ്യുകയാണ്. രാമന്റെ ചില തോഴന്മാർ ഈ വാക്കുകൾ കേൾക്കുവാനിടയായി. നിമിഷങ്ങൾക്കകം അവർ കൗസല്യാമാതാവിന്റെ അരികിലെത്തി, എത്രയും വേഗത്തിൽ ആ ശുഭവാർത്ത അറിയിക്കുവാൻ. പുത്രൻ സിംഹാസനാവകാശിയാകുന്നു എന്നറിഞ്ഞ കൗസല്യ ആനന്ദസാഗരത്തിലാറാടി. ആചാരങ്ങൾക്കനുസൃതമായി ശുഭവാർത്ത വാഹകർക്ക് കാഞ്ചനം, ആഭരണങ്ങൾ, പശുക്കൾ ഇത്യാദികൾ നൽകി. നൊടിയിടയിൽ ആ സന്തോഷവാർത്ത എങ്ങും പറന്നെത്തി.
രാമൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോഴേക്കും പ്രജാസമൂഹം ആർപ്പുവിളികളോടെ രാമനെ അഭിവാദ്യം ചെയ്യുവാൻ വഴിനീളെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. തത്സമയം അല്പനേരം വിശ്രമിക്കുവാനായി ദശരഥൻ തന്റെ പള്ളിയറയിലേക്ക് വിരമിച്ചു. എന്നാൽ നിദ്രയിലേക്ക് വഴുതി വീണ മഹാരാജൻ ഒരു ദുസ്വപ്നം ആവർത്തിക്കുന്നതാണ് കണ്ടത്. ഒരു ഞെട്ടലോടെ കിടക്ക വിട്ടെഴുന്നേറ്റ ദശരഥൻ സുമന്ത്രനെ നിയോഗിച്ച് രാമനെ വരുത്തി. അടുത്ത ദിനത്തിലെ സിംഹാസനാരോഹണം ഏതോ കാരണത്താൽ തടസ്സപ്പെടുവാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയാശങ്ക. പിതാവ് വീണ്ടും വിളിപ്പിച്ചപ്പോൾ രാമനും അല്പം പരിഭ്രമിക്കാതിരുന്നില്ല. വേഗം പുറപ്പെട്ട് പള്ളിയറയിലെത്തിയ രാമൻ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചു. പുത്രനെ എഴുന്നേൽപ്പിച്ച് സ്നേഹവായ്പോടെ ആശ്ലേഷിച്ച ശേഷം ദശരഥൻ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട രാമ, നമ്മുടെ സുദീർഘമായ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നാം നേടിക്കഴിഞ്ഞു, നിന്റെ കിരീടധാരണം ഒഴികെ. ദൗർഭാഗ്യവശാൽ സൂര്യൻ, ബുധൻ, രാഹു എന്നിവരുടെ അപഹാരത്താൽ ജീവിതത്തിന്റെ തികച്ചും ദുർഘടമായ ഒരു ദശാസന്ധി ആഗതമായിരിക്കുന്നു. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദുസ്വപ്നങ്ങളുടെ ആവർത്തനത്തിൽ നിന്ന് ഒരു കാര്യം സ്പഷ്ടമായിരിക്കുന്നു. ഏതോ ഒരു ദുരന്തം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആയതിനാൽ സിംഹാസനാരോഹണ ചടങ്ങുകൾ ഉടനടി ആരംഭിക്കണമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ സഹോദരന്മാരായ ഭരതശത്രുഘ്നന്മാരുടെ അഭാവത്തിലാണെങ്കിലും അത് ഉടനടി തന്നെ നടക്കണം. ഇന്ന് രാത്രി നീയും സീതയും വ്രതശുദ്ധിയോടെ ഉപവസിക്കണം. നാളെ പ്രഭാതത്തിൽ തന്നെ ചടങ്ങുകൾ ഒരുങ്ങുകയും വേണം. കൈകേയിയെ വിവാഹം കഴിക്കുന്ന വേളയിൽ ദശരഥൻ കേകയ രാജാവിനൊരു വാക്കു നൽകിയിരുന്നു. കൈകേയിയുടെ പുത്രനാകും തന്റെ അനന്തര അവകാശിയെന്ന്. ആ ഓർമ്മ അദ്ദേഹത്തെ അടിക്കടി അസ്വസ്ഥനാക്കി. ഭരതൻ രാമന്റെ വിശ്വസ്ത സഹോദരനാണെന്ന് ദശരഥന് അറിയായികയല്ല. എങ്കിലും അദ്ദേഹം കരുതി, എന്തൊക്കെയാണെങ്കിലും മനുഷ്യ മനസ്സ് ചഞ്ചലവും അസ്ഥിരവുമല്ലേ, പ്രത്യേകിച്ചും അധികാരത്തിന്റെയും അന്തസ്സിന്റെയും മാസ്മര ശക്തിക്കു മുന്നിൽ. ഈ വിധത്തിലുള്ള മനോവ്യാപാരമാണ് ഭരതന്റെ മടങ്ങിവരവിന് മുമ്പ് തന്നെ രാമന്റെ സ്ഥാനാരോഹണം നടത്തണമെന്ന ദശരഥന്റെ നിശ്ചയത്തിന് ആക്കം കൂട്ടിയത്. പിതാവിന്റെ അനുവാദത്തോടെ രാമൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി. അച്ഛന്റെ ആഗ്രഹത്തെക്കുറിച്ചറിയിക്കുവാനായി അന്വേഷിച്ചപ്പോഴാണ് സീത കൗസല്യയുടെ കൊട്ടാരത്തിലാണെന്നറിഞ്ഞത്. കൗസല്യയുടെ പൂജാമുറിയിൽ കടന്ന രാമൻ കണ്ടത് കുലദൈവമായ നാരായണ രൂപത്തിനു മുന്നിൽ അർദ്ധനിമീലിത മിഴികളോടെ നിശ്ചലയായി മൂകയായി പ്രാർത്ഥനാനിരതയായിരിക്കുന്ന അമ്മയെയാണ്. സുമിത്ര, സീത, ലക്ഷ്മണൻ എന്നിവർ കൗസല്യയ്ക്ക് വേണ്ട സേവകൾ ചെയ്ത് അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ കൗസല്യയോട് രാമൻ ഇപ്രകാരം പറഞ്ഞു: അമ്മേ, അച്ഛൻ എന്നെ കോസല രാജാവാക്കി വാഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളെ സൂര്യോദയത്തിന് മുൻപായി തന്നെ ചടങ്ങുകൾ ആരംഭിക്കണമെന്നും അതിലേക്കായി സീതയും ഞാനും ഇന്ന് രാത്രി ഉപവാസം അനുഷ്ഠിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്തോഷാശ്രുക്കൾ തുളുമ്പിയ കണ്ണുകളോടെ കൗസല്യ മറുപടിയോതി: മഹാവിഷ്ണുവിന്റെ പ്രീതിക്കായി ഞാൻ ചെയ്ത എല്ലാ വ്രതങ്ങളും എന്റെ ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു. എന്റെ ഓമന മകനെ, നിന്റെ ജീവിതം ആയുരാരോഗ്യ സമ്പന്നമായി തീരട്ടെ. അനന്തരം ലക്ഷ്മണനെ നോക്കി ഹസിതവദനവുമായി രാമൻ പറഞ്ഞു: എന്റെ പ്രതിച്ഛായയായ ലക്ഷ്മണ, നീ എനിക്ക് പരിപാലനത്തിൽ എല്ലാ സഹായ സഹകരണങ്ങളും ഏകണം. സത്യത്തിൽ നീ ഇല്ലാതെ എനിക്ക് രാജഭോഗങ്ങളിലോ ജീവിതത്തിൽ പോലുമോ ഒരു തരിമ്പു പോലും സന്തോഷം അനുഭവിക്കാൻ കഴിയുകയില്ല തന്നെ. സന്തോഷവാനായി രാമൻ സീതാസമേതം തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. തത്സമയം എല്ലാം ശുഭമായി പര്യവസാനിക്കണമെന്ന അത്യുത്കണ്ഠ മൂലം ദശരഥൻ വസിഷ്ഠമുനിയെ രാമസവിധത്തിലേക്ക് അയച്ചിരുന്നു. ഇതറിഞ്ഞതും രാമൻ കൊട്ടാരവാതിൽക്കലേക്ക് പാഞ്ഞു ചെന്ന് വസിഷ്ഠമുനിയുടെ പാണികൾക്ക് കരുത്തേകി തേരിൽ നിന്നിറങ്ങുവാൻ സഹായിച്ചു. കുലഗുരു എന്ന നിലയ്ക്ക് വസിഷ്ഠൻ രാമനു വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി വിടവാങ്ങി. മടക്കയാത്രയിൽ
അലങ്കൃതമായ വീഥികളെമ്പാടും അടുത്ത ദിനത്തിന് ആഘോഷത്തിനായി ഒത്തുചേരുന്ന സമൂഹത്തെ കണ്ട് വസിഷ്ഠമുനി അത്ഭുതം കൂറി. പ്രജകൾക്കതൊരു ഉത്സവവേളയായിരുന്നു. സുഗന്ധജലത്താൽ ശുദ്ധി വരുത്തിയ വീഥികൾ പുഷ്പവൃഷ്ടിയാൽ നിറച്ചിരുന്നു. ഉജ്ജ്വല പ്രഭ ചൊരിയുന്ന വർണ്ണദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വീടുകളും കടകളും രാത്രിയെ പകലാക്കി മാറ്റിയിരുന്നു. കടലിലെ തിരമാലകൾ എന്ന വണ്ണം പ്രജകളുടെ എണ്ണം വർദ്ധിച്ചുയർന്നു. അനേകം ആനകൾ, കുതിരകൾ, ഒട്ടകങ്ങൾ എന്നിവയും ജനസാഗരത്തിനിടയിൽ ഉണ്ടായിരുന്നു. ഭീമാകാരമായ ജലജന്തുക്കൾ എന്ന വണ്ണം ഒന്നിച്ചിരുന്ന് മഹാവിഷ്ണുവിനെ ആരാധിച്ച ശേഷം സീതാരാമന്മാർ വിശ്രമത്തിനായി കുശപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ ശയിച്ചു. സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പ് തന്നെ രാമൻ ഉണർന്നെഴുന്നേറ്റ് നാരായണ ആരാധനയും ഗായത്രി മന്ത്രോച്ചാരണവും നടത്തി. അപ്പോഴേക്കും സ്ഥാനാരോഹണ ചടങ്ങ് പ്രതീക്ഷിച്ചു നിന്ന് നഗരം ആകമാനം ഉത്സാഹത്തിമിർപ്പിൽ പ്രകമ്പനം കൊണ്ടു തുടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് കൈകേയി രാജ്ഞി ദശരഥ മഹാരാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെടുന്നതായ ഭാഗങ്ങൾ ശ്രവിക്കാം.